ഇത് കണ്ടോ മോളെ, അച്ഛൻ പണ്ട് വലിച്ചിരുന്ന സിഗരറ്റാ, പാസിംഗ് ഷോ. ഈ സൈക്കിൾ അച്ഛൻ്റെ ആണോ? അത് ചെറിയച്ഛന്റെ കുട്ടി സൈക്കിൾ, അത് അച്ഛന്റെ സൈക്കിൾ. ഇതൊക്കെ അച്ഛന്റെ പുസ്തകങ്ങൾ. അതിനകത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ കയ്യിൽ. അച്ഛാ, ഇത് കണ്ടോ? അച്ഛന്റെ കിട്ടുന്ന കാശൊക്കെ കൂട്ടി കൂട്ടി വെച്ച് അച്ഛൻ വാങ്ങിച്ചതാ. അയ്യോ, ഇതാരെ ചീത്തയാക്കിയേ? പഠിക്കുന്ന നേരത്തെ അവന്റെ ഒരു പാഠം കൊത്തും, എന്നിട്ട് പരീക്ഷയ്ക്ക് ആനമുട്ട. അമ്മേ, അമ്മേ, ഇതെങ്ങനെ പോണേ? എന്തേ കാണിക്കണം അമ്മേ? മറന്നു, കൈ ഉടങ്ങില്ല. വേണ്ട അമ്മ, ഇങ്ങോട്ട് ഇപ്പൊ കേറണ്ട. അമ്മ വീഴും. അമ്മ എന്തായി കാട്ടണേ? എന്താ സീത ഇത്? അമ്മയ്ക്ക് ഹാർമോണിയം കേൾക്കണം. പറഞ്ഞാ ഞാൻ മുറിയിൽ വന്ന് വായിച്ച് കേൾപ്പിക്കില്ലേ? സാരമില്ല, അമ്മയ്ക്കൊന്ന് കേൾക്കണം എന്റെ പാട്ട്. നിങ്ങളുടെ സൽക്കാരത്തിനൊന്നും അല്ല വന്നത്. മര്യാദക്ക് അവളോട് ഇറങ്ങി വരാൻ പറ. അന്യനൊന്നും അല്ല, തന്തയാ വിളിക്കണത്. ഉണ്ടാക്കിയ തന്ത. എന്താ സംശയം ഉണ്ടോ നിങ്ങക്ക്? അപ്പൊ സംശയം ഉണ്ടല്ലേ? ഓ എന്റെ സദാനന്ദ, നീ വേണ്ടാത്ത വർത്തമാനം പറയണ്ട. അവള് പഠിക്കല്ലേ, പഠിപ്പ് മുടക്കിട്ട് എന്തിനാ അവളെ പഠിപ്പ് പഠിച്ച് പഠിച്ച് തള്ളയുടെ പഠിപ്പ് പഠിപ്പിക്കാനല്ലേ? എന്റെ മോളാണെങ്കി ഞാൻ കൊണ്ടുപോകും, ഒരുത്തരും എന്നെ തടയില്ല. എടേ സുജേ, അപ്പൊ വിളിച്ചാ വരും. ഉടുപ്പ് തുണിയൊക്കെ എടുത്ത് വേറെ എങ്ങടി. എങ്ങടാന്ന്? നമ്മുടെ വീട്ടിലേക്ക്. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട് ഇതാ. നിങ്ങളുടെ ഭാര്യയുടെ മക്കളെ തുണി തിരുമ്പാനും വീട്ടിൽ ജോലിക്കും വേറെ ആളെ നോക്ക്. ഈ തന്ത എത്താ പിന്നെ നീ തെണ്ടും. ഏത് പട്ടി നോക്കൂടി നിന്നെ? ഒരു പട്ടി നോക്കണ്ട, ഞാൻ ജീവിക്കും. ഓ, ജീവിക്കാലോ. അതിനുള്ള വഴി കാണിച്ചു തന്നിട്ടല്ലോ തള്ള. അതാ വഴിയെങ്കിൽ അത്, എന്നാലും ഒരുത്തിനെ ബുദ്ധിമുട്ടിക്കില്ല. അവള് വല്ല വിവരക്കേടും പറഞ്ഞ് നീ കാര്യാക്കണ്ട. വളർത്തു ദോഷം. മോളുണ്ടാക്കിയ സൽപ്പേര് പേരക്കുട്ടി ഉണ്ടാക്കി തരും, ഓർത്തോ? പ്രേമയെ കല്യാണം കഴിച്ച ആളാ, പോലീസുകാരനാ. സുജയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഇടയ്ക്ക് വരും. അവൾക്കാണെങ്കിൽ കണ്ണു നേരെ കണ്ടുകൂടാ. വായ തോന്നി ഇതൊക്കെ പറയും. ഇന്നിത്തിരി ഭേദമായിരുന്നു. ഇരിക്കെ. അവൻ പറയണതൊക്കെ ഒരു പൊട്ടനെ പോലെ കേട്ട് ഞാൻ അങ്ങോട്ട് സഹിക്കും. എന്തെല്ലാം ദോഷം ഉണ്ടെങ്കിലും അച്ഛന്ന് പറയാൻ ഒരാളുണ്ടല്ലോ, അതിന് ഇത്രയെങ്കിലും സഹിക്കണം. പ്രേമ ഇപ്പൊ എവിടെയുണ്ട് ശ്രീധരമാമ? നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? അല്ല, എനിക്കറിയണം. അവള് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? മരിച്ചിട്ടുണ്ടാവില്ല. മരിച്ചാൽ പിന്നെ ശവത്തിന് വില പറഞ്ഞ് വിൽക്കാൻ പറ്റില്ലല്ലോ. അത് എത്തിച്ചേരാണ്ടിരിക്കൂ. അവൾക്ക് എന്താ ശ്രീധരമാമ ഇങ്ങനെയൊക്കെ തോന്നിയത്? എന്നോടാ ചോദിക്കണേ. ഏച്ചു കെട്ടിക്കൊടുത്തൊരു ബന്ധം പൊട്ടിച്ചു പോവാൻ എന്താ വിഷമം? വെറുതെ ഒരു പോലീസുകാരുടെ തല്ലു കൊള്ളണ്ടാന്ന് വിചാരിച്ചു കാണും. ആ കുട്ടിയുടെ കാര്യങ്ങൾ ആലോചിക്കണ്ടേ? ഒരുപാട് കാര്യങ്ങൾ മനഃപൂർവ്വം മറന്നു കളയാ. ഒന്നും ഓർമ്മിപ്പിക്കണ്ട എന്നെ. ഞാൻ നാട് വിട്ടത് പ്രേമയെ ചതിച്ചിട്ടാണെന്ന് ശ്രീധരമാമ വിശ്വസിക്കുന്നുണ്ടോ? വേണ്ട, പോട്ടെ. അതൊന്നും സംസാരിക്കണ്ട നമുക്ക്. എനിക്ക് സംസാരിക്കണം. രണ്ട് പേരോട്. ഒന്ന് ശ്രീധരമാമയോട്, പിന്നെ എൻ്റെ അമ്മയോട്. മനസ്സുകൊണ്ട് പോലും ഞാൻ അവളെ വേറൊരു രീതി കണ്ടിട്ടില്ല. സുനന്ദയും ഗീതയും പ്രേമയൊക്കെ എനിക്കൊരുപോലെയായിരുന്നു. സത്യം, നാട് വിടുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല അവള് ഗർഭിണിയായിരുന്നു. നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇന്നും നുണയനല്ലേ. അവളോട് ആരും ചോദിച്ചുമില്ല. കണ്ണുകൊണ്ട് കണ്ടത് പിന്നെ എന്തിനാ ചോദിക്കണേ? പക്ഷെ സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും അറിഞ്ഞു. ഇന്നും ഞങ്ങൾ 3 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അറിഞ്ഞിരുന്നു അല്ലേ? അത് മതി. നിങ്ങൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. ഇതെങ്കിലും എന്നെ മനസ്സിലാക്കിയിട്ടാണല്ലോ എന്റെ അച്ഛൻ പോയത്. ഇത് മാത്രമല്ല,
അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാ പോയത്. വെളുത്ത മുഖവും വെളുത്ത ചിരിയായിട്ട് പലരും മാന്യന്മാരായിട്ട് ജീവിക്കട്ടെ. നമ്മളൊക്കെ വിഡ്ഢികളെ പോലെ കഴിയുക, ഒന്നും അറിയാത്ത മാതിരി. നീ ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് സങ്കടം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. അവസാന കാലത്ത് നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു നിന്റെ അച്ഛൻ. മോനെ, നീയെങ്കിലും ഓർക്കണുണ്ടല്ലോ അച്ഛനെ. ഇവിടെ എല്ലാരും മറന്നു. വാവിനൊരു ഉരുള കൊടുക്കാൻ പോലും ആർക്കും സമയമില്ല. ഞാൻ കിടപ്പായ പിന്നെ ഈ മുറി തുറക്കാറില്ല. പൊടിയും മാറാലയും പിടിച്ച് ജീവിച്ചിരുന്ന കാലത്ത് കിടക്കിട വിരി ഒന്ന് ചുളിഞ്ഞ സമ്മതിക്കാത്ത ആളാ. ജീവിച്ചിരുന്നപ്പോ ഞാനും കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഇഷ്ടത്തിന് നടന്നില്ല, അതുകൊണ്ട് ഞാൻ മാത്രം നന്നായില്ല. പക്ഷേ എന്നെ വെറുത്തിരുന്നില്ല അച്ഛൻ, അല്ലേ അമ്മേ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ രണ്ടാളും നിന്നെ ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. കല്യാണം കഴിഞ്ഞ് പോന്നതിൻ്റെ അന്ന് പ്രേമ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അപ്പോഴാ അവള് കാര്യങ്ങൾ പറയണേ. നിന്റെ ഏട്ടൻ എഴുതിയ ഒരു കത്തും അവള് കാണിച്ചു തന്നു. അവന്റെ പേര് പറഞ്ഞ അവളെയും കൊന്ന് അവനും ചത്തുകളയുന്നു. അന്നു മുതലേ മരിക്കണ വരെ മനസമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല അച്ഛൻ. നീ വരും വരും തന്നെയായിരുന്നു. എപ്പോഴും പറയും, നമുക്ക് മിടുക്കന്മാരും മക്കളുണ്ട്. ഹൃദയമുള്ള ഒരുത്തനേ ഉള്ളൂ. അവന്റെ കൈ കൊണ്ട് ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല. നിനക്കെങ്കിലും ഉണ്ടാവട്ടെ എന്ന്. മോനെ, എന്താണ് അവളിത് നേരത്തെ പറയാതിരുന്നേ? എങ്കിൽ അവളിങ്ങനെ ആവോ? നീ ഇങ്ങനെ ആവോ? ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവണില്ല. എനിക്ക് മനസ്സിലാവും. അതെ, എനിക്കറിയാം അവളുടെ മനസ്സ്. പൊന്നുകൊണ്ടൊരു കൊട്ടാരം കെട്ടിട്ടെന്നെ വിളിച്ചാലും എനിക്ക് വേണ്ട. എനിക്ക് അർപ്പാ. ചതിയനാ, ചതിയൻ. രക്ഷപ്പെടാൻ പെട്ടെന്ന് ചെയ്തു പോയതായിരിക്കും. രക്ഷപ്പെടാൻ അവൻ എന്തും ചെയ്യും. ആരെയും കൊല്ലും, സ്വന്തം അമ്മയെ പോലും. അല്ലെങ്കിൽ നിന്നെ എന്നെയും കൂടി പെടുത്തുവോ? എന്റെ സ്വന്തം ആങ്ങളല്ലടാ നീ. എന്റെ കാര്യം സാരില്ല, ഞാനെന്നും തെറ്റുകാരനാ. ഓന ഉള്ളി എവിടേക്കെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചു. എവിടെ പോ? നീ ഒരു ആൺകുട്ടിയല്ലേ, എവിടെ പോയാലും ജീവിച്ചൂടെ? ഇത് പുഴുത്ത പട്ടിയെ പോലെ ചുണയില്ലാത്തവൻ. എനിക്ക് ഈ നാട് വിടാൻ വയ്യടി. ഓ, മറ്റവളെ വിട്ടുപോകാൻ മനസ്സില്ല. ഈ പ്രേമം എന്നൊക്കെ പറയണത് ചതിയാടാ, ചതിക്കുഴി. അവൾ അങ്ങനെയല്ല. നീ കണ്ടോ, ഒടുവിൽ ആ കരിങ്കുട്ടൻ അവളെ കെട്ടിക്കൊണ്ടുപോകും. അവളുടെ മുറിച്ചെറുക്കൻ സുകുമാരൻ. ഇല്ല, അവൾ എന്റെയാ, എന്റെ മാത്രം. കിടക്കാൻ വീട്ടില് സ്ഥലമില്ലാന്ന് തോന്നുന്നു. അയ്യോ, എന്താ പറ്റിയത്? ഒന്നുമില്ല. കണ്ണും മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്താ പറ്റിയെന്ന് പറ. അച്ഛൻ തല്ലിയതാ. എന്തിനാ? പറ, എന്തിനാന്ന്? അച്ഛനതെല്ലാം കാരണമൊന്നും വേണ്ടല്ലോ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിക്കുക. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഞാൻ സമ്മതിക്കില്ല. എന്നെ വിട്ട് പോരുത്, എന്നെ മറന്നു പോരുത്. മറക്കേ? നിന്നെ മറക്കാൻ എനിക്ക് പറ്റൂ. എവിടെ പോയാലും ഞാൻ വരും, നിന്നെ കൊണ്ടുപോകും. അത് പറയാൻ നീരാ പട്ടി. വിടയണേ.
എന്നായാലും ഞാൻ വരും. കാത്തിരിക്കണം.